ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ലെമൺ ബട്ടർ ചിക്കനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ്റെ. അത് ഞാൻ ചെറുതായി നല്ല തിൻ ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആ റോളിംഗ് പിന്ന് വെച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കാരണം എവിടെയെങ്കിലും കുറച്ച് കൂടുതലായിട്ട് മാംസം തള്ളി നിൽക്കണ്ടെങ്കിൽ അത് നല്ല നിരപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിനെ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നതാണ്. കാരണം അതിൻ്റെ ലെമൺ സോസ് ഒന്ന് ഉള്ളിൽ ഇടുമ്പോൾ അത് കയറി ചെല്ലാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിൻ്റെ മുകളിലോട്ട് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. ഇട്ടിട്ട് അതിനൊന്ന് നല്ലോണം തേച്ചെടുക്കുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ സെയിം തേച്ച് കൂട്ടുന്നതാണ്. ഈ പൊടികൾ ഇട്ടിട്ട് നല്ലോണം തേച്ച് കൂട്ടുന്നതാണ്. അപ്പം ഞാനിവിടെ മുളക് അധികം ഇട്ടിട്ടില്ല, ജസ്റ്റ് ഒരു ചെറിയ ഒരു അംശം മാത്രം ഇട്ടിട്ടുള്ളൂ. ഓൾറെഡി കുരുമുളക് ഉണ്ട്, പിന്നെ ഞാൻ ഒരു ഇത്തിരി മാത്രം മുളകാണ് ഇട്ടിരിക്കുന്നത്. ഞാനൊന്ന് തേച്ചെടുക്കാം നമുക്ക്. അപ്പോൾ രണ്ട് സൈഡിൽ ഇതേപോലെ തന്നെ നമ്മൾ തേച്ചെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വേഗം ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതെല്ലാം പുരട്ടിയിട്ട് നമ്മൾക്ക് അതും ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൗഡർ എടുക്കുകയാണ്. അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ്, അതായത് ഒറിഗാനോ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ആ ചിക്കൻ്റെ സ്ലൈസസ് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം. കോട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതിനൊരു 10 മിനിറ്റ് നമുക്ക് അങ്ങനെ വയ്ക്കാം. അപ്പം ഞാനിവിടെ 4 പീസ് നല്ലോണം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് ഞാനൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് വയ്ക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിതിന് അത്യാവശ്യം ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ വളരെ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നില്ല, ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതിൻ്റെ അകത്തോട്ട് ഈ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്, ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാണ്.
ഈ ചിക്കൻ ഒന്ന് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതിനെ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇതിലോട്ടൊരു പീസും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു നാരങ്ങ എടുക്കുകയാണ്. ആ നാരങ്ങേനെ ഞാൻ സ്ലൈസ് ചെയ്യാണ്. ഇനി ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഓൾറെഡി ബാക്കിയുള്ള ആ ഒരു കുറച്ച് ഓയിലുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന സ്ലൈസ് ചെയ്ത ലെമണെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിനൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഞാൻ ഈ പാനിലിട്ട് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു ഫ്ലേവർ എല്ലാം അതിൽ ബട്ടറും എല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഇതിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നല്ലോണം ബോയിലാവുന്ന പരിവാകുമ്പോഴേക്കും നമുക്കതിലോട്ട് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ഉപ്പെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. ഉപ്പ് എന്തായാലും നമ്മൾ ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നല്ല ബോയിലായിട്ടുള്ള പരിവായി. അപ്പോഴേക്കും ഞാൻ അതിലോട്ട് ചിക്കൻ സ്ലൈസസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ആ ചിക്കൻ സ്ലൈസസിനെ ഒന്ന് ബോയിൽ ചെയ്യാണ്, കാരണം ആ ഗ്രേവി ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കുറച്ച് ഗ്രേവി എടുത്ത് മാറ്റിയിട്ട് അതിൽ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തിക്ക് ഗ്രേവി കിട്ടുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയില ഇട്ടിട്ട് അതിനെ ഗാർണിഷ് ചെയ്ത് പ്ലേറ്റിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.